സാറിന്റെ ഒരു നല്ല ബ്രേക്കാണ് ബ്ലാക്ക് എന്ന് പറയുന്ന മൂവി. രഞ്ജിത്ത് സാർ ഡയറക്ട് ചെയ്തത്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതൊരു ഗംഭീര എക്സ്പീരിയൻസാണ്. കാരണം അവിടെ ചെന്ന് കോസ്റ്റ്യൂം ഇടുന്നത് വരെ എനിക്കറിയില്ല എന്താണ് വേഷം എന്നുള്ളത്. എന്നോട് രഞ്ജേട്ടൻ പറഞ്ഞിട്ടുണ്ട് മുടി വെട്ടണ്ട. അന്ന് ഞാൻ കുറച്ച് മുടി നീട്ടിയിട്ടേ മുടി വെട്ടണ്ടെന്ന്. അങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ സെറ്റിൽ പോയി. എറണാകുളത്താണ് സെറ്റ്. അപ്പം ഞാൻ ആകെ അറിയുന്നത് അതിൽ പ്രേംകുമാറിന് മാത്രമാണ്, പിന്നെ രഞ്ജേട്ടനെ. അങ്ങനെ അവിടെ ചെന്നു. അപ്പം ഞാൻ ചോദിക്കാനൊന്നും പോയില്ല. അത് വലിയൊരു ഓഫറാണ്, രഞ്ജേട്ടൻ തന്നൊരു ഓഫറാണ്. കാരണം കുറേ മുമ്പ് ഞാൻ വിളിച്ചിട്ട് അപ്പോൾ അന്ന് ഹലോ എന്ന പേരിലൊരു പടം, ഒരു ക്യാമ്പസ് ഫിലിം പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് സിനിമയിൽ പ്രശ്നങ്ങളുണ്ടായി, സമരം വന്നു, അങ്ങനെ അതങ്ങ് പോയി. അപ്പോൾ അതിനുശേഷം ഞാനൊരു ദിവസം രാത്രി തൃശ്ശൂർ നമ്മളുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ ജഡ്ജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു അടുത്ത പടം. ഞാൻ പറഞ്ഞു അപ്പം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, എന്താ നിനക്ക് അഭിനയിക്കണമെന്ന് ചോദിച്ചു. കാരണം എൻ്റെ സീനിയറായിട്ട് പഠിച്ചാൽ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കണം. എന്നാൽ നീ അഭിനയിച്ചിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു, ഞാനത് മറന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാനൊരു ഓണപരിപാടിക്ക് ഇതേപോലെ ഒരു ഓണത്തിൻ്റെ സമയത്ത് ഒരു ടെലിഫിലിമിന് വേണ്ടി ഞാൻ ഒരു ലൊക്കേഷനിൽ ഇരിക്കുകയാണ്. KK ചന്ദ്രൻ എന്ന കണ്ണൂർക്കാരനായിട്ടുള്ള ഡയറക്ടർ. അപ്പോൾ എൻ്റെ വേഷം തുടങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ കാത്തിരിക്കുന്ന, അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഫോണ്, രഞ്ജോൻ്റെ ഘനഗംഭീരമായ ശബ്ദത്തിൽ, നീ ഇന്ന് കയറണം, നാളെ നിനക്ക് ഷൂട്ടുണ്ട്. ഏതാ സിനിമ എന്നൊന്നും എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ആൻഡോ ജോസഫ് വിളിക്കുന്നു. ആൻഡോ ജോസഫാണ് അതിൻ്റെ കൺട്രോളർ. ആൻഡോ ജോസഫ് വിളിച്ചു. അങ്ങനെ വൈകുന്നേരം തന്നെ ഞാൻ എറണാകുളത്തേക്ക് വണ്ടി കയറി. അപ്പം ഞാൻ മറ്റേ പറഞ്ഞാൽ നിങ്ങൾ പോകണം, കാരണം അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മൂപ്പരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അയ്യോ ഭയങ്കര സങ്കടമായി. അതൊന്നും ഒരു പ്രശ്നമില്ല, അങ്ങ് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ എത്തി. നല്ല ഒരു ഹോട്ടലിലൊക്കെ മുറി അങ്ങനെ തന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ലൊക്കേഷനിൽ പോയി. ലൊക്കേഷനിൽ എല്ലാവരും അങ്ങനെ നടക്കണ്ടെന്ന്, ഒന്നും നടക്കുന്നില്ല. ഞാനവിടെ ഇങ്ങനെ ഇരുന്നു, പ്രേമനെ കുറിച്ച് സംസാരിച്ചാണ്. അമൽനീരത ക്യാമറ ബ്ലാക്കിൻ്റെ. അപ്പം ഞാൻ കാത്തിരുന്നു. പിറ്റേന്ന് പോയി. അന്നൊന്നും നടന്നില്ല. റൂമിൽ പോയി. അങ്ങനെ പിറ്റേന്ന് പോയി. ഇതേപോലെ പിറ്റേന്ന് പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്നും നടക്കൂല, ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പം എന്നോട് പറഞ്ഞു അല്ല നമ്മളവിടെയൊക്കെ ഉണ്ടല്ലോ, സിനിമയല്ലേ, വേറെ സംഭവം, നമ്മൾ തുടക്കക്കാരനല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഊണൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ നോക്കല്ലേ എന്ന്, ഡയറക്ടർ രഞ്ജൻ. ഞാൻ പറഞ്ഞു. അപ്പോൾ സതീഷ് എന്ന കക്ഷിയാണ് അതിൻ്റെ കോസ്റ്റ്യൂമർ. സതീഷിനോട് പറഞ്ഞു വിജയനൊരു വൈറ്റ് ജുബ്ബ കൊടുക്കും, ഒരു ബ്ലാക്ക് പാൻറ്റും, വൈറ്റ് ജുബ്ബേ, പിന്നെ ഒരു ഇതേപോലെയുള്ള സൈഡ് ഒരു ബാഗോ. എന്നോട് ഞാൻ ഒന്നും പറഞ്ഞില്ലേ, നീ ഇന്ന ആളാണ്. അങ്ങനെയാണ് നായിബാബു എന്നൊരു പിമ്പാണ് ആ ക്യാരക്ടർ. അത് ഭയങ്കര രസമായി. എനിക്ക് ഭയങ്കര തോന്നി. അപ്പോൾ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അത് ഷോട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു സ്ത്രീ വരുന്നതും ആ സ്ത്രീ എഴുന്നേറ്റ് ദേഷ്യം പിടിച്ച് പോകുന്നു. ഞാൻ പിന്നാലെ മോളെ പോലെ ബാബേട്ടനെ മോളെ ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയപ്പോൾ പറഞ്ഞു നിന്റെ ചോറ് ഇതാണ് എന്നൊക്കെ. ഞാൻ ഓ ആയിക്കോട്ടെ.